കേരളത്തിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന പ്രവാസി കുടുംബങ്ങൾ കടുത്ത ആശങ്കയിൽ ഇപ്പോൾ നടക്കുന്നത് പഴയ പോലെ കൃത്യമായ ഷെഡ്യൂളോ സമയക്രമമോ ഇല്ലാത്ത പ്രത്യേക സർവീസുകളാണ്. മാത്രമല്ല, മലയാളികൾ അടക്കമുള്ള കുടുംബങ്ങൾ ഇന്ന് ടിക്കറ്റിനായി നെട്ടോട്ടത്തിലാണ്. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം അശാന്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികൾ. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന പ്രവാസികളെ സംബന്ധിച്ച് കടുത്ത ആശങ്ക നിലനിൽക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് എങ്ങുമുള്ളത്. വിമാന സർവീസുകളുടെ കുറവും കുതിച്ചുയരുന്ന ടിക്കറ്റ് നിരക്കും ശരിക്കും പറഞ്ഞാൽ പ്രവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠനം 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതും CBSE 10-12 ക്ലാസ് പരീക്ഷകൾ ഗൾഫിൽ അനിശ്ചിതത്വമായി നീട്ടിവെച്ചതുമാണ് പലരെയും നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ കുട്ടികളുടെ പഠനം കൂടി തടസ്സപ്പെട്ടതോടെ മടങ്ങാൻ തയ്യാറെടുക്കുന്ന മലയാളികളടക്കമുള്ള കുടുംബങ്ങൾ ടിക്കറ്റിനായി ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. നിലവിൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളിൽ 25 മുതൽ 30% മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇത് ട്രാവൽ ഏജൻസികൾ തന്നെ പറയുന്ന റിപ്പോർട്ടാണ്. എന്നാൽ പഴയ പോലെ കൃത്യമായ ഷെഡ്യൂളോ സമയക്രമോ ഇല്ലാത്ത പ്രത്യേക സർവീസുകളാണ് നടക്കുന്നത്. UAE സിവിൽ വ്യോമയാന വകുപ്പ് മണിക്കൂറിൽ ആകെ 48 വിമാനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ പറക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. വിമാന സർവീസുകൾ കുറഞ്ഞതു മാത്രമല്ല, ലഭ്യമായ സീറ്റുകൾക്ക് വൻതുക വിമാന കമ്പനികൾ ഈടാക്കുന്നതും വലിയ തിരിച്ചടിയാണ്. കുറഞ്ഞത് 2000 ദിർഹമെങ്കിലും നൽകാതെ ഒരിടത്തേക്കും ടിക്കറ്റ് ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്നത്. മറ്റ് ഇന്ത്യൻ രാജ്യങ്ങളിലേക്ക് നിരക്ക് കുറയുമ്പോഴും കേരളത്തിലേക്കുള്ള വിമാനക്കൂലി ഇപ്പോഴും ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്. കൊച്ചിയിലേക്കുള്ള ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 2500 മുതൽ 3800 ദിർഹം വരെയാണ് ഈടാക്കുന്നത്. ഏപ്രിൽ ആദ്യവാരത്തിലേക്ക് ഇനി യാത്ര മാറ്റിയാലും 1600 മുതൽ 1700 ദിർഹത്തിന് താഴേക്ക് നിരക്ക് എത്തുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. കേരളത്തിലേക്കുള്ള ഈ വിവേചനം എന്തുകൊണ്ടാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഡൽഹിയിലേക്ക് ഏപ്രിൽ ആദ്യവാരം 735 ദിർഹത്തിനും ബംഗളൂരിലേക്ക് 755 ദിർഹത്തിനും ഹൈദരാബാദിലേക്ക് 555 ദിർഹത്തിനും ടിക്കറ്റുകൾ ലഭിക്കും. നിലവിലെ ഈ സാഹചര്യം പരിഗണിച്ച് പ്രത്യേക വിമാനങ്ങൾ അനുവദിക്കണമെന്നാണ് പ്രവാസി സംഘടനകളുടെ പ്രധാന ആവശ്യം. കൂടാതെ ഓൺലൈൻ ബുക്കിംഗിലും ചതിക്കുഴികൾ ഏറെയാണ്. UAEയിൽ നിന്നുള്ള ഇന്ത്യൻ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതും ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതും മൂലം പ്രവാസികൾ നേരിടുന്ന കടുത്ത യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് തന്നെയാണ് വിവിധ സംഘടനകളും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.